ആകാശവാണി ദേവികുളം സ്പൈസ് FM. കിസാൻ വാണി. ഈ പരിപാടിയുടെ പ്രായോജകർ കേന്ദ്ര കൃഷി കർഷകക്ഷേമ മന്ത്രാലയം, ഭാരത സർക്കാർ. പ്രിയ ശ്രോതാക്കളെ, ഇന്നത്തെ കിസാൻ വാണിയിലേക്ക് സ്വാഗതം. ബൈസൺവാലി ഗ്രാമപഞ്ചായത്തിലെ മുട്ടുകാട് പ്രദേശത്തെ സമ്മിശ്ര കർഷകനായ ശ്രീ KC തോമസ് അദ്ദേഹത്തിൻ്റെ കാർഷിക അനുഭവങ്ങൾ വിവരിക്കുകയാണ്. ഇന്നത്തെ കിസാൻ വാണിയിൽ അദ്ദേഹവുമായി സംസാരിക്കുന്നത് ജോഷി തോമസ്. ഇടുക്കി ജില്ലയിലെ ബൈസൺവാലി പഞ്ചായത്തിലെ മുട്ടുകാട് പ്രദേശത്തെ ഒരു സമ്മിശ്ര കർഷകനായ ജോയി ചേട്ടൻ എന്ന് പൊതുവെ ആളുകൾ വിളിക്കുന്ന KC തോമസ് കണിയാരോലി നിരപ്പേലിൻ്റെ കാർഷിക അനുഭവങ്ങളാണ് ഇന്ന് നമ്മൾ കിസാൻ വാണിയിൽ ചോദിച്ചറിയുന്നത്. നമസ്കാരം ചേട്ടാ. നമസ്കാരം. തോമസ് ചേട്ടന് ഈ കൃഷി പ്രവർത്തനങ്ങളിൽ പ്രധാനമായിട്ടും തുടങ്ങിയിട്ട് എത്ര നാളുകളായി? ഞാൻ ഏതാണ്ട് ഒരു 10-20 വർഷമെങ്കിലും, 20 അല്ല അതിൽ കൂടുതലായിട്ടുണ്ട്. എനിക്ക് ഏതാണ്ട് ഓർമ്മ വെച്ച കാലം മുതൽ തന്നെ കൃഷിയായിട്ട് ബന്ധപ്പെട്ട് കാർന്നമാർ കൃഷിയായിരുന്നു. അതിൻ്റെ അനുബന്ധമായിട്ട് നമ്മൾ അവർ മരിച്ചു കഴിഞ്ഞപ്പോൾ നമ്മൾ തന്നെ കൃഷിയിലോട്ട് വന്നു. എത്ര ക്ലാസ് വരെയൊക്കെ പഠിച്ചു? ഞാൻ PDC പോയിട്ട് നിർത്തുകയത്. എവിടെയായിരുന്നു പഠനമൊക്കെ? പഠനം ബൈസൺവാലിയിലെ കഴിഞ്ഞേച്ച് പിന്നെ രാജകുമാരിയിലൊരു ട്യൂട്ടോർ കോളേജിലായിരുന്നു. PDC വരെ പഠിച്ചു. അത് കഴിഞ്ഞിട്ട് പിന്നീട് മുഴുവൻ സമയം കൃഷികളിലേക്ക് ഏർപ്പെടുകയായി. അപ്പോൾ ഈ അന്ന് ചെറുപ്പകാലങ്ങളിലൊക്കെ ഇവിടെ എന്തൊക്കെയായിരുന്നു പ്രധാന കൃഷികളുണ്ടായിരുന്നു? ചെറുപ്പകാലങ്ങളായിട്ട് ഓർക്കുമ്പോഴത്തേന് അന്ന് കൊടി, കുരുമുളക്, പിന്നെ പാടം, അന്ന് മെയിൻ നെൽകൃഷി, കപ്പ. ഇപ്പം കപ്പയൊക്കെ നിന്നുപോയി. ചേന, കാച്ചില്, ചേമ്പ് ഇങ്ങനെയുള്ള കൃഷികളൊക്കെ ആയിരുന്നു. നാടൻ സാധനങ്ങൾ, ഇഞ്ചി. ഇപ്പം അതൊക്കെ വിലക്കുറവായതുകൊണ്ടും അത് നഷ്ടം കൂടുതൽ സംഭവിക്കുന്നതുകൊണ്ടും പിന്നെ കൃഷി നാശങ്ങൾ കൂടുതൽ സംഭവിക്കുന്നത് നമുക്കിപ്പോൾ ഏലക്കൃഷിയിലോട്ട് മാറിയിരിക്കുക വ്യാപകമായിട്ട് ആളുകൾ. ഏലക്കൃഷിയും പാടശേഖര കൃഷിയും. അപ്പോൾ നമുക്ക് ഉള്ള പറമ്പിനകത്ത് കുറേ ജാതിയുണ്ട്. ഏതാണ്ട് ഒരു 28-30ഓളം ജാതി, കൈഫരമുള്ള ജാതിയുണ്ട്. ഇപ്പോൾ പ്രധാനമായിട്ടുള്ള കൃഷികൾ എന്തൊക്കെയാണ്? ജാതിയും ഏലമാണ്. കുരുമുളകുണ്ട്, ഇടയ്ക്കടെ കുരുമുളകുണ്ട്. കാപ്പി കാര്യമായിട്ടില്ല, അതെല്ലാം വെട്ടിക്കളഞ്ഞു. പിന്നെ അത്യാവശ്യം നമുക്ക് ഉണ്ട്, അത് മാത്രമേ ഉള്ളൂ. പിന്നെ കുറച്ച് പച്ചക്കറികൾ, ഇടയ്ക്ക് കുറേ വാഴകൾ, അത്രയൊക്കെ ഉള്ളൂ. ഒരു കാലത്ത് ഈ കുരുമുളകിന്റെ ഒരു പ്രധാന കേന്ദ്രമായിരുന്നല്ലോ ഈ മുട്ടുകാട് ബൈസൺവാലി ഏരിയ. പ്രധാനമായിട്ടും കുരുമുളക് കൃഷി എന്നുള്ള പിന്മാറ്റം എന്തുകൊണ്ടായിരുന്നു? കുരുമുളക് കൃഷി എന്നുള്ള പ്രധാനമായിട്ടുള്ള പിന്മാറ്റം വിലക്കുറവ്. പിന്നെ രണ്ടാമത് വന്ന് ഇതിന് ഭയങ്കരമായ കേടുകൾ വരികയായിരുന്നു. ദ്രുതപാട്ടം പോലുള്ള കേടുകൾ വന്ന് നമ്മൾ 3 വർഷം സംരക്ഷിച്ച് വന്നു കഴിയുമ്പോഴത്തേനാണ് ഏതാണ്ട് ഒരു കൈഫലത്തിലോട്ട് എത്തുക. കൈഫലത്തിലോട്ട് വന്നു കഴിയുമ്പോഴത്തേനും പെട്ടെന്ന് ഇങ്ങനെ കൂട്ടമായിട്ട് തന്നെ കേടുകൾ വന്ന്, ദ്രുതപാട്ടം പോലുള്ള രോഗങ്ങൾ വന്ന് ഞങ്ങളതിന് പല മരുന്നുകളും കൃഷിഭവനുമായിട്ട് ബന്ധപ്പെട്ട് ഞങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ട്. എന്നാൽ പോലും അത് ഫലപ്രദമായിരുന്നില്ല നമ്മുടെയൊക്കെ രീതിക്ക്. അപ്പോൾ നമുക്ക് വൻ നഷ്ടങ്ങൾ വന്നിരുന്നു. അപ്പോൾ ആ കാലഘട്ടങ്ങളിൽ കാപ്പി, മറ്റുള്ള കൃഷികളൊക്കെ ആയിരുന്നു നമ്മൾ ചെയ്തു പോകുന്നത്. അത് കഴിഞ്ഞപ്പോൾ ഇപ്പം ഏലം കൂടി തുടങ്ങിയിട്ടുണ്ട്. എത്ര വർഷമായി ഏലം കൃഷി ഈ പ്രധാന വിളയായി മാറിയിട്ട് ഇവിടങ്ങളിൽ ഏലം ഒരു പ്രധാന വിളയായിട്ട് മാറിയിട്ട് ഒരു 15 വർഷത്തിൽ താഴെ ആയിട്ടുള്ളൂ. അതുവരെ നമ്മൾ തമിഴ് മേഖലകളുമായിട്ട് ബന്ധപ്പെട്ടുള്ള തോട്ടങ്ങളിലായിരുന്നു. ഒരു 15 വർഷത്തിനുള്ളിലാണ് നമ്മുടെ നാട്ടുകാർ ഏലകൃഷിയിലോട്ട് വന്നത്. നമ്മുടെയൊക്കെ വിരിപ്പ് പ്രദേശങ്ങളിലോട്ടും കൂടുതലായിട്ട് കൃഷി ചെയ്യാനായിട്ട് തുടങ്ങി. കപ്പ കൃഷിയൊക്കെ ആൾക്കാർ ചെയ്യാറുണ്ടോ? കപ്പ കൃഷി ചെയ്യാതായാലും നമുക്ക് കിട്ടുകയില്ല. കാരണം വന്യമൃഗങ്ങളുടെ ഭയങ്കരമായ ശല്യങ്ങൾ, കാട്ടുപന്നികൾ, മറ്റു മൃഗങ്ങൾ ഒക്കെ നമുക്ക് ശല്യമായിട്ട് ചെയ്യുകയാണ്. പിന്നെ തന്നെയല്ല, കപ്പ കൃഷിക്ക് അനുയോജ്യമായിട്ടുള്ള സ്ഥലം വേണം. ഷെയ്ഡ് ഇല്ലാത്തത്, അങ്ങനെ അനുയോജ്യമായ സ്ഥലം ഇല്ലാത്തത് ഒരു പ്രധാന ഘടകമാണ്. എല്ലായിടത്തും ഏലമായി, ഷെയ്ഡായി, അതുമായിട്ട് അനുബന്ധ കൃഷികളിലോട്ട് മാറിയ ആളുകൾ. കാരണം ലാഭം കിട്ടുന്ന ഒരു മെച്ചമാണ്, നമ്മൾ കഷ്ടപ്പെടുന്നതിന് ഒരു പ്രതിഫലം കിട്ടണമല്ലോ. ഏതിന ഏലമാണ് കൂടുതലുള്ളത്? നമുക്കിവിടെ ഞള്ളാനി എന്ന് പറയുന്ന ഇനമാണ് കൂടുതലുള്ളത്. ആദ്യകാലങ്ങളിലൊക്കെ ചേട്ടന്റെ പറമ്പിൽ ഞള്ളാനിയാണ് കൂടുതൽ. എത്ര ഏക്കർ സ്ഥലമുണ്ട്? എനിക്ക് 1 ഏക്കർ എടുത്തേ ഉള്ളൂ. 78 സെന്റ് സ്ഥലം പട്ടയം. വേറെ പാട്ടത്തിനടുത്ത് വല്ലതും കൃഷി ചെയ്യുന്നുണ്ടോ? ഇല്ലില്ല, പാട്ടത്തിനുണ്ടായിരുന്നു, അത് ഇപ്പൊ ഇല്ല. ഈ സ്ഥലത്ത് തന്നെയാണ് ഏലമുണ്ട്, ജാതിയുണ്ട് അല്ലേ? അതെ അതെ. ഈ ജാതി കൃഷി തുടങ്ങിയിട്ട് എത്ര വർഷമായി? ജാതി ഒരു 28 വർഷം മുമ്പ്, 28-30 വർഷങ്ങളായിട്ടുണ്ട്. അതെ. ഞങ്ങൾ എത്ര ജാതി മരങ്ങളുണ്ട്? കായ്ഫലമുള്ള 28 ജാതി ഉണ്ട്. ഇപ്പൊ ഉണ്ട്. അത് കൂടുതലുണ്ടായിരുന്നോ മുമ്പ്? ഉണ്ടായിരുന്നു. അത് കുറേയൊക്കെ വെട്ടിക്കളഞ്ഞു. കായ് ഇല്ലാത്തതിന്റെ പേരിലും നമുക്ക് അത് മെച്ചമായിട്ട് കായ്ക്കുന്നില്ല എന്ന് കണ്ടു കഴിഞ്ഞപ്പോഴാണ് വെട്ടിക്കളഞ്ഞത്. ബഡ് ജാതിയാണോ ഉള്ളത് അതോ നാടനാണോ? നമുക്ക് നാടനാ.
അതായത് നമ്മൾ ഈ അങ്കമാലി എന്ന് പറയുന്ന ഒരു സ്ഥലത്തുനിന്ന് ഒരു ഫാമിൽ നിന്ന് പോയി കാലഘട്ടത്തിൽ ഞങ്ങൾ പോയി എടുത്തതാണ്. അത് കൊണ്ടുവന്ന് വെച്ചതിൽ ഒരു 10-15 ചെടിയോളം നമുക്ക് നല്ല ഫലപ്രദം അല്ലാണ്ട് കായ് വരുമ്പോഴേ നമുക്ക് അറിയാൻ പറ്റത്തുള്ളൂ. അങ്ങനെ ഒന്ന് ഇപ്പോൾ വെട്ടിക്കളഞ്ഞു, ബാക്കിയുള്ളതുണ്ട്. അപ്പോൾ 28 വർഷം മുമ്പ് ഇവിടെ ജാതി കൃഷി ചെയ്തെങ്കിൽ അന്ന് ഒരുപക്ഷെ ആദ്യമായിട്ട് ജാതി കൃഷി ചെയ്യുന്ന അതെ, ചേട്ടനായി. നമുക്ക് ഇവിടെ 2 പേരുണ്ടായിരുന്നുള്ളൂ. പൈനത്ത് കുഞ്ഞിയേട്ടൻ എന്ന് പറയുന്ന ഒരു ചേട്ടന്റെ പറമ്പിലുണ്ടായിരുന്നു ജാതി. അപ്പൊ അതൊക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ പിന്നെ ഞങ്ങൾ നാട്ടിലൊക്കെ പോയി കഴിഞ്ഞപ്പോഴത്തേനും പല പറമ്പുകളിലും ജാതി നിൽക്കുന്നുണ്ട്. നമ്മുടെയൊക്കെ കുടുംബങ്ങളിലാണേലും ഞങ്ങൾ പാലാ മരങ്ങാട്ടുള്ളി ആ ഏരിയയിലൊക്കെ ഇതുണ്ട്. അപ്പൊ അങ്ങനെ വന്നു കഴിഞ്ഞപ്പോഴും നമ്മുടെ ഇവിടെ ഒന്ന് വെച്ച് നോക്കാൻ കിട്ടുവാണെ കിട്ടട്ടെ എന്നുള്ള കരുതി വെച്ചതാ. എത്ര വർഷമായപ്പോൾ ജാതി കായ്ച്ചു? ജാതി ഒരു 5 വർഷം 6 വർഷമൊക്കെ ആയി എടുത്തു നമ്മുടെ ഇവിടെ. കാരണം നമ്മൾ ആദ്യം ബഡ്ജാതി അല്ലാത്തത് കൊണ്ട് നമുക്ക് അതിന് സ്വാഭാവികമായിട്ടുള്ളൊരു പൂപിടിയിലേ ഉണ്ടാകത്തുള്ളൂ. ബഡ്ജാതി അങ്ങനെയുള്ളതൊക്കെ ആണെങ്കിൽ നമുക്ക് നേരത്തെ തന്നെ 1.5 വർഷം 2 വർഷം കഴിയുമ്പോഴത്തേനും കായ്ച്ചു കിട്ടും. ഇപ്പോൾ 5 വർഷം കഴിഞ്ഞപ്പോൾ മുതൽ കായ്ക്കാൻ തുടങ്ങി ചെറുതായിട്ട്. പിന്നീട് നന്നായിട്ട് കായ്ക്കുന്നുണ്ട് അല്ലേ? ഇപ്പോൾ ഒരു നന്നായിട്ട് കായ്ക്കുന്നുണ്ട് ഇടയ്ക്ക്. അപ്പോൾ ചില വർഷങ്ങളിൽ അത്ര മെച്ചമായിട്ട് കിട്ടുന്നില്ല എന്ന് മാത്രം. നാടൻ ജാതി ആകുമ്പോൾ എല്ലാ സമയത്തും കായ ഉണ്ടാകുമോ? അത് മിക്കവാറും സമയങ്ങളിൽ അതിന് കായ ഉണ്ടാകും. അതിൻ്റെ എങ്ങനെയാ വെച്ച് കഴിഞ്ഞാൽ ജല ലഭ്യത അനുസരിച്ച് ആണിത്, നനവനുസരിച്ച് ജലസേചന ഉള്ള മേഖലകൾ നന്നായിട്ട് കായ്ക്കും. ഈ ജാതി കൃഷി ചെയ്ത് കഴിയുമ്പോൾ ഇതിന് വളപ്രയോഗങ്ങൾ എല്ലാം ചെയ്യേണ്ടി വരാറുണ്ടോ? വളപ്രയോഗം ചെയ്യുവാണെങ്കിൽ മെച്ചമാണ്. നമ്മൾ ആദ്യ കാലങ്ങളിലൊക്കെ കുറേ ചാണകം, പച്ച ചാണകം ഇട്ട് കൊടുക്കും, പിന്നെ ചവറുകൾ ഇട്ട് കൊടുക്കും, ഇതൊക്കെ ചെയ്തിരുന്നു. ഇപ്പം നമ്മൾ അത്ര കാര്യമായിട്ട് നമ്മൾ ചെയ്യുന്നില്ല. ഏലകൃഷിയിലോട്ട് മാറി കഴിഞ്ഞപ്പോഴത്തേനും അതിൻ്റെ ചുവട്ടിൽ വെട്ടി കൊടുക്കുന്ന ചെറിയ ചവറൊക്കെ ഇട്ട് കൊടുക്കുന്നുള്ളൂ. പച്ച ചാണകം കൂടുതലായിട്ട് ഇട്ട് കൊടുക്കുന്നില്ല. മരുന്നെങ്കിലും എന്തെങ്കിലുമൊക്കെ തളിക്കേണ്ടി വരുന്നുണ്ടോ? മരുന്നൊക്കെ തളിച്ചാൽ വളരെ മെച്ചമാണ്. ബോഡോ മിശ്രിതമൊക്കെ തളിച്ചു കൊടുക്കുകയാണെങ്കിൽ വളരെ മെച്ചമാണ്. പൂവിടുന്ന സമയത്ത്, കായ്ക്കുന്ന സമയത്തൊക്കെ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ ഫലപ്രദമായിട്ട് കിട്ടും. എന്തെങ്കിലും രോഗകീട ബാധകളൊക്കെ ജാതിക്ക് ഉണ്ടാകുന്നതായിട്ട് തോന്നിയിട്ടുണ്ടോ? ഉണ്ട്. എന്തൊക്കെയാണുള്ളത്? അതിന്റെ ഈ കമ്പുകൾ ഒരു പ്രത്യേക രീതിയിൽ ഫംഗസ് പോലെ വന്ന് കേടുവന്ന് ഉണങ്ങിപ്പോവുകയാണ്. ചില ശിഖരങ്ങൾ തന്നെ അത് തായ്തടിയോട് ചേർന്ന് തന്നെ ഉണങ്ങിപ്പോകും. അതിപ്പോ ഈ ഒരു കുറെ കാലങ്ങളായിട്ടാണ് അത് കണ്ടു വരുന്നത്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ നമുക്ക് വേറെ പ്രതിരോധം ഒന്നും ചെയ്യാൻ സാധിക്കുന്നില്ല അല്ലേ? നമുക്ക് ഫലപ്രദമായിട്ട് അത് സൈഡ് വെട്ടി കൃഷിഭവനിലെ ആളുകളുമായിട്ട് ആലോചിച്ച്, ഉദ്യോഗസ്ഥന്മാരുമായിട്ട് ആലോചിച്ച് അവർ പറയുന്ന രീതിയിലൊക്കെ ചെയ്യുകയാണെങ്കിൽ ഒരുപക്ഷെ രക്ഷപ്പെട്ട് കിട്ടുമായിരിക്കും. പക്ഷെ നമ്മൾ സാധാ കർഷകരായതുകൊണ്ട് നമ്മൾ അത്രയൊന്നും ക്ഷമ കാണിക്കാറില്ല. നമ്മളത് വെട്ടിക്കളഞ്ഞിട്ട് അടുത്ത ഒരെണ്ണം വെക്കാനേ നോക്കുന്നുള്ളൂ. കാരണം അതിന്റെ പുറകെ നടന്ന് പിന്നെ നമ്മൾ വെറുതെ സമയം കളയണ്ടല്ലോ. ആദ്യകാലങ്ങളിലൊക്കെ നമുക്കിവിടെ ഈ ഇതുണ്ടായിരുന്നു, നമ്മൾ ഈ വാനില കൃഷി നമുക്കുണ്ടായിരുന്നു. അതൊക്കെ നമുക്ക് ഭയങ്കര നഷ്ടമായിട്ട് വന്നു കൃഷികൾ. കാരണം നമ്മൾ ഉത്പാദനത്തിലോട്ട് വന്ന് വിളവെടുപ്പ് വന്നു കഴിഞ്ഞപ്പോൾ ഇത് രാജാക്കാട്ടിലും അടിമാലിലും ഒക്കെ കൊണ്ട് നിസ്സാര വിലയ്ക്ക് കൊടുക്കേണ്ടി വന്നു. കുറെ 3-4 സീസണിൽ അങ്ങനെ കൊടുത്തു കഴിഞ്ഞപ്പോഴത്തേനും നമ്മൾ ആ കൃഷി ഉപേക്ഷിച്ചു. അങ്ങനെയാണ് പല കൃഷികളും നമ്മുടെ ഇവിടുന്ന് വിട്ടുപോയത്. ഈ വാനില ഒന്ന് കൃഷി ചെയ്തിട്ട് അവിടെ കേടുവന്നു പോയാൽ പിന്നീട് അവിടെ വളരുന്നില്ല അല്ലേ? വളരും, പക്ഷേ എങ്കിൽ അതിന് നമുക്ക് ജൈവവളങ്ങൾ കൂടുതലായിട്ട് അടിസ്ഥാന വളങ്ങൾ ഇട്ട് കൊടുക്കണം. ചാണകം, പിന്നെ രാസവളങ്ങളുടെ ഒന്നും പാടില്ല. കുമിൾക്കീടങ്ങളൊന്നും ഉണ്ടാകാൻ പാടില്ല. അതാണ് ഏറ്റവും വലിയൊരു ഘടകം. പിന്നെ ജൈവ സംവിധാനങ്ങൾ മാത്രമേ അതിന് ഫലപ്രദമായിട്ടുള്ളൂ. വേറെ ഒന്നും പറ്റത്തില്ല. അത് പെട്ടെന്ന് നമ്മളിപ്പോൾ ഏലത്തിന് മരുന്നടിച്ച് അതിൻ്റെ ഒരു തുള്ളി വീണ് കഴിഞ്ഞാൽ പോലും അതവിടെ പെട്ടെന്ന് തന്നെ പൊള്ളിപ്പോവും, ഉണങ്ങിപ്പോവും. ജാതി കൃഷി നമ്മൾ ഈ വിളവെടുപ്പ് തുടങ്ങി കഴിഞ്ഞാൽ എങ്ങനെയാ ഇത് പറിച്ചെടുക്കുമോ അതോ ചോട്ടി വീഴുന്ന പെറുക്കിയെടുക്കുമോ? അല്ല, നമ്മൾ കൂടുതലും ചോട്ടി വീഴുന്നതിനേക്കാൾ ഉപരിയായിട്ട് കയറി പറിക്കുക ചെയ്യുന്നത്. ഒരു തോട്ടി കൊണ്ട് കയറി പറിക്കുക. കാരണം നമ്മുടെ ഇവിടെ ഇപ്പം ഈ ജാതിയൊക്കെ കൂടുതലായിട്ട് പക്ഷികൾ വന്ന് പൂ പൊട്ടിച്ച് എടുത്തിട്ട് കൊണ്ടുപോകുന്ന ഒരു രീതിയുണ്ട്. ഭക്ഷിക്കുകയോ കൊണ്ടുപോവുകയോ ഒക്കെ ചെയ്യുന്നത്. എന്ത് കിളികളാണ് അതിന് വരുന്നത്? അത് ഒരു സീസ്, അതിന്റെ പേര് കാട്ടുപ്രാവാണോ? കാട്ടുപ്രാവല്ല, ചുണ്ട് നീണ്ട ഒരു പക്ഷിയാണ്. അതൊരു 6 കാവര ഒരു പക്ഷി ഒരേ സമയത്ത് അത് കാവര ഇത് വായിൽ ആക്കും, തൊണ്ടയിലാക്കും. എന്നിട്ട് അത് സമയം കിട്ടുമ്പോൾ അത് ഇരുന്ന് വിശ്രമ സമയത്ത് ഇരുന്ന് കാ പൊട്ടിച്ച് അതിനും, അല്ലെങ്കിൽ അതിന് പത്രി തിന്നിട്ട് കാ പുറത്തേക്ക് പത്രിയും കായും പൊട്ടിച്ച് തിന്നും. പത്രി അത് കാര്യമായിട്ട് തിന്നുകയില്ല. പത്രി ചിന്ന ഭിന്നമായിട്ട് മുറിച്ച് കളയും. അപ്പൊ അതൊരു വലിയ ശല്യമാണല്ലേ? എന്നാലും ഈ വിളവെടുക്കുമ്പോൾ ഓരോ ദിവസവും പോയി ഈ കായും പറിച്ചെടുക്കുവോ അതോ ഒരാഴ്ചയിൽ 1-2 പ്രാവശ്യമൊക്കെ പോകുള്ളൂ? അത് ആഴ്ചയിൽ 2 പ്രാവശ്യം എന്നുള്ള രീതിയിൽ ക്രമീകരിക്കുന്നത്. 2 പ്രാവശ്യം 3 പ്രാവശ്യം. അപ്പൊ കൂടുതൽ കായ ഒന്നിച്ച് ഒരേ സമയത്ത് പഴുത്ത് വരുവാണെങ്കിൽ, പഴുത്ത് പൊട്ടി വരുമ്പോൾ നമ്മൾ ഈ കൂടുതൽ നഷ്ടപ്പെടണ്ടല്ലോ എന്ന് കരുതി, കണ്ട പക്ഷികളും മറ്റ് ജീവികളും കൊണ്ടുപോകണ്ടല്ലോ എന്ന് കരുതി കയറി പറിച്ചെടുക്കും. അല്ലെങ്കിൽ നിലത്ത് വീഴുന്ന പറക്കിയെടുക്കും. അപ്പോൾ ഇതിങ്ങനെ നമ്മൾ ഈ പൂവ് എങ്ങനെ ഫ്ലവറാക്കി എടുക്കാറുണ്ടോ? നമ്മൾക്ക് അത്രയും 100% ഫ്ലവർ എന്നുള്ള രീതിയിലല്ല കിട്ടുന്നത്. നമുക്കിവിടെ ഈ ജാതി കായ്ച്ച് കിട്ടുന്ന ഒരു സമയം മഴക്കാലമാണ്. അപ്പൊ ആ സമയം ആയതുകൊണ്ട് നമുക്കിത് അത്ര ഫലപ്രദമായിട്ട് കിട്ടുന്നില്ല, ഫ്ലവറായിട്ട് കിട്ടുന്നില്ല. എന്നാലും നമുക്കൊരു 1000, 1200 രൂപ, 1300 രൂപ ഒക്കെ
കിട്ടും, അത്രേ ഉള്ളൂ. കിട്ടിയിരുന്ന സമയത്ത് ജാതിക്കായ നമ്മൾ ഉണങ്ങിയിട്ട് പൊട്ടിച്ച് പരിപ്പാക്കിയാണോ കൊടുക്കുന്നത് അതോ തൊണ്ടോട് കൂടി കൊടുക്കണോ? രണ്ട് രീതിയിലും കൊടുക്കും. പരിപ്പായിട്ട് കൊടുക്കുവാണെങ്കിൽ ഇച്ചിരി വില കിട്ടും. അപ്പൊ അന്നേരം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എല്ലാ കായും നല്ല കണ്ടീഷനായിട്ട് ഉണങ്ങി എടുത്തിട്ട് വെച്ച് അത് പൊട്ടിച്ച് വേണം എടുക്കാനായിട്ട്. അല്ലെങ്കിൽ നമ്മൾ ഓടെ തന്നെ ഉണങ്ങി തൊണ്ടോട് കൂടി കൊണ്ടുപോയി കൊടുക്കുന്നു. നമുക്ക് ലാഭം കാ പൊട്ടിച്ച് തന്നെ കൊടുക്കുന്നതാണ്. ജാതിക്കായുടെ തൊണ്ട് പൊട്ടിച്ച് അതിന്റെ അകത്തെ പരിപ്പ് എടുത്തിട്ട് കൊടുക്കുന്നതാണ് ലാഭം അല്ലേ? അപ്പോൾ ഒരു 10 കിലോ തൊണ്ടൻ ജാതിക്ക പൊട്ടിച്ച് കഴിഞ്ഞാൽ എത്ര കിലോ പരിപ്പ് കിട്ടാറുണ്ട്? അത് അങ്ങനെ കൃത്യം നോക്കാറില്ല, എന്നാലും ഒരു 6 മുകളിൽ എങ്ങനെയാണെങ്കിലും കിട്ടും. ജോയിച്ചേട്ടന്റെ അഭിപ്രായത്തില് ജാതിക്കായുടെ തൊണ്ടോടുകൂടി കൊടുക്കാതെ അതിന്റെ അകത്തെ പരിപ്പ് പൊട്ടിച്ചെടുത്തിട്ട് കൊടുക്കുന്നതാണ് ലാഭം എന്നാണ് പറയുന്നത്. പിന്നീട് ഈ ജാതി വിളവെടുക്കുമ്പോൾ അല്ലെങ്കിൽ കൃഷിയിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊന്നെല്ലാം കാര്യങ്ങളാണ്. ഇത് വിളവെടുക്കുന്ന സമയത്ത് അതിന്റെ പൂ നമുക്ക് നഷ്ടപ്പെടായിട്ട് പോകാതിരിക്കണമെങ്കിൽ നമ്മൾ അന്നേരം തന്നെ മാറ്റി ഈർപ്പം ഇല്ലാത്ത സ്ഥലത്ത് വെച്ച് ഉണങ്ങണം. അത് നമ്മൾ ട്രയറോ അങ്ങനെയുള്ള എന്തെങ്കിലും സംവിധാനങ്ങളുണ്ടെങ്കിൽ ഏറ്റവും അനുയോജ്യമാണ്. അല്ലെങ്കിൽ നല്ല സൂര്യപ്രകാശം കിട്ടും. നമ്മുടെ ഇവിടെ കൂടുതലും ഒരു വർഷകാലത്തോടനുബന്ധിച്ചാണ് ഇത് കിട്ടുന്നത് കൊണ്ടാണ് ഇതിങ്ങനെ ചെയ്യുന്നത്. അല്ലെങ്കിൽ നാട്ടിലൊക്കെ ഉള്ളവർക്ക് ഈ സ്റ്റോർ സംവിധാനം പോലുള്ള പുക ഉണക്കിയെടുക്കാനുള്ള മാർഗ്ഗങ്ങളുണ്ട്. അങ്ങനെ എടുക്കുവാണെങ്കിൽ നന്നായിട്ട് കിട്ടും. ഫ്ലവറായിട്ട് തന്നെ കൊടുക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ ഏറ്റവും നല്ല മുന്തിയ വില നമുക്ക് തന്നെ മുന്തിയ വില കിട്ടും. അല്ലെങ്കിൽ നമുക്ക് അതനുസരിച്ച് വില കുറയും. കഴിഞ്ഞ വർഷമൊക്കെ ഫ്ലവറിന് എന്ത് വില ഉണ്ടായിരുന്നു? കഴിഞ്ഞ വർഷമൊക്കെ 1200 രൂപയ്ക്ക് മുകളിൽ, 2300, 2000 രൂപയ്ക്ക് നമ്മൾ കൊടുത്തിട്ടുണ്ട്. 300 കിട്ടിയിട്ടില്ല. ജാതിക്കായ്ക്ക് എന്ത് വില കിട്ടി? ജാതിക്കായ്ക്ക് 280 മുതൽ 330 വരെ, 340 വരെ. ജാതിക്കായ്ക്ക് ആണേലും തരക്കേടില്ലാത്ത വില ഈ വർഷങ്ങളിൽ കിട്ടുന്നുണ്ട് അല്ലേ? ഇനി കുരുമുളക് കൃഷി ചെയ്യുന്നത് എങ്ങനെയാണ്? ഈ ഇടവിളയായിട്ടാണോ? ഇടവിളയായിട്ടാണ് കൃഷി ചെയ്യുന്നത്. കാരണം നിലവിലും കുരുമുളക് തോട്ടമായിരുന്നു. അത് നമ്മൾ ഈ ഏലം ആയതിപ്പോഴത്തേനും ഇത് കുറഞ്ഞ് പിന്നെ ഇടവിള എന്നുള്ള രീതിയിൽ മാത്രമായി. പിന്നെ വലിയ മരങ്ങളുടെ ചുവട്ടിൽ പ്ലാവ് അങ്ങനെയുള്ള മറ്റു മരങ്ങളിലൊക്കെ ആയിട്ട് കൊടുത്ത് പിടിപ്പിച്ചിരിക്കുന്നത്. ഏതൊക്കെ ഇനം കുരുമുളകുകളാണ് പ്രധാനമായിട്ടുള്ളത്? നമുക്കുള്ളത് വെള്ളാറമുണ്ട, പിന്നെ കരിമുണ്ട. 500 വണ്ണം ഉണ്ടായിരുന്നു. 500 വണ്ണം അത്ര ഫലപ്രദമല്ല. 500 വണ്ണം ഉണ്ട്. ഈ വെള്ളാറമുണ്ടയാണോ മികച്ച ഇനം, കരിമുണ്ടയാണോ? കരിമുണ്ടയാണ് മികച്ച ഇനം. കരിമുണ്ടയ്ക്കാണ് വെയിറ്റ് കൂടുതൽ കിട്ടുന്നത്. എന്തായാലും ഈ വർഷം പൊതുവെ എല്ലാ വിളകൾക്കും നല്ല വിലയുണ്ട്. നന്നായിട്ട് തന്നെ പോകുന്നതായിട്ട് തോന്നുന്നു. കാർഷിക പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നവർക്ക് ഒരു ഉന്മേഷം കിട്ടുന്നുണ്ടെന്ന് അതല്ലേ? അതെ. ഇപ്പൊ ഒരു കുറച്ച് നാളുകളായിട്ട്, അതായത് കഴിഞ്ഞ 2 സീസണായിട്ട് കുരുമുളകിനാണേലും ഏലത്തിനാണേലും ഒരു നമ്മൾ അധ്വാനത്തിനനുസരിതമായ ഒരു വില കിട്ടുന്നുണ്ട്. ജാതിക്കാണേലും കിട്ടുന്നുണ്ട്. മറ്റു മുൻകാലങ്ങളിലൊന്നും അതില്ലായിരുന്നു. മുൻകാലങ്ങളിലൊക്കെ നമ്മൾ കുരുമുളകൊക്കെ കൃഷിഭവനിന്റെ ഓഫീസറിൽ നിന്ന് അനുവാദം വാങ്ങിച്ച് ഒരു പാസ് എടുത്ത് കൊണ്ടേ കൊടുത്ത കാലഘട്ടങ്ങളൊക്കെ ഉണ്ടായിരുന്നു, തീർത്തും വില കുറഞ്ഞ കാലങ്ങളിൽ. ഇപ്പൊ എന്തായാലും പൊതുവെ നല്ല വില എല്ലാ വിളകൾക്കും തന്നെ കിട്ടുന്നുണ്ട് അല്ലേ? വീട്ടിലാരൊക്കെയുണ്ട്? വീട്ടില് ഭാര്യയും ഞാനുമാണ് ഇപ്പോൾ ഉള്ളത്. മക്കളും 3 പേരും ഇവിടെ ഇല്ല. 3 മക്കളാണ്. എനിക്കൊരാണും 2 പെൺമക്കളുമാണ് ഉള്ളത്. മൂത്ത ആള് മോന്, അവൻ മിലിറ്ററിയിലാണ്, ഇപ്പം ആസാമിൽ വർക്ക് ചെയ്യുന്നു. രണ്ടാമത്തെ ആള് മോള് നേഴ്സാണ്, ജർമ്മനിയിൽ. ഇളയാള് നേഴ്സാണ്, അതിപ്പം എറണാകുളം മെഡിക്കൽ ട്രസ്റ്റിൽ വർക്ക് ചെയ്യുന്നു. എന്തായാലും സന്തോഷകരമായിട്ട് മുന്നോട്ട് പോകുന്നു അല്ലേ? ചേച്ചിയും കൃഷികളിലൊക്കെ സഹായിക്കുമോ? തീർച്ചയായിട്ടും. എന്തായാലും ഒത്തിരി സന്തോഷം. പ്രിയ ശ്രോതാക്കളെ, ബൈസൺവാലി പഞ്ചായത്തിലെ മുട്ടുകാട് പ്രദേശത്തെ ജോയി ചേട്ടൻ എന്ന് വിളിക്കുന്ന KC തോമസ് കണിയാരോലി നിരപ്പേലിൻ്റെ കാർഷിക അനുഭവങ്ങളാണ് ഇത്രയും നേരം നമ്മോട് പങ്കുവച്ചത്. ഇത്തരം കാര്യങ്ങൾ ശ്രോതാക്കൾക്ക് വേണ്ടി പങ്കുവച്ചതിന് നന്ദി. ബൈസൺവാലി ഗ്രാമപഞ്ചായത്തിലെ മുട്ടുകാട് പ്രദേശത്തെ കർഷകനായ ശ്രീ KC തോമസുമായി ഇതുവരെ സംസാരിച്ചത് ജോഷി തോമസ്. हर जोखिम से निकल कर फसल आए, सुरक्षित हो जाए, फसल बीमा से हर किसान अब आत्मनिर्भर हो जाए। संकट के समय प्रधानमंत्री फसल बीमा योजना किसानों के लिए वरदान है। अब सूखा पड़े या बाढ़ आ जाए, कोई डर नहीं। अब ओले पड़े या कीट पतंगे फसल खा जाए, कोई फिक्र नहीं, क्योंकि हमने लिया है प्रधानमंत्री फसल बीमा। बुआई से फसल कटाई तक हर जोखिम का दावा, न्यूनतम प्रीमियम पर अधिकतम भुगतान का वादा। योजना से हर साल जुड़ रहे हैं 5 करोड़ से ज्यादा किसान। अब आपकी है बारी। नजदीकी कृषि कार्यालय, सहकारी समिति, बैंक शाखा, अधिकृत बीमा कंपनी या जन सेवा केंद्र में स्वेच्छा से करा सकते हैं पंजीकरण। फसल बीमा पोर्टल या फसल बीमा ऐप द्वारा भी कराया जा सकता है पंजीकरण। प्रधानमंत्री फसल बीमा योजना, आपकी फसलों का संपूर्ण सुरक्षा कवच। कृषि एवं किसान कल्याण मंत्रालय, भारत सरकार। കിസാൻ വാണിയിൽ ഇനി ഏലം, കുരുമുളക് കൃഷികൾക്കൊപ്പം തന്നെ നെൽകൃഷിയിലും സജീവമായി ശ്രദ്ധിക്കുന്ന
ബൈസൺവാലി ഗ്രാമപഞ്ചായത്തിലെ സൊസൈറ്റി മേട്ടിലെ കർഷകനായ ശ്രീ സജി ആന്റണിയുമായി അനുരാജ് നടത്തുന്ന അഭിമുഖം കേൾക്കാം. കിസാൻ വാണി ടീം ഇന്നെത്തിയിരിക്കുന്നത് ബൈസൺവാലി പഞ്ചായത്തിലെ സൊസൈറ്റി മേടിലുള്ള നടാംകുഴിയിൽ സജി ആന്റണിയുടെ കൃഷിയിടത്തിലാണ്. ഏലവും കുരുമുളകും നെൽകൃഷിയും കൂടാതെ പച്ചക്കറിയും സമൃദ്ധമായി കൃഷി ചെയ്യുന്ന സജി ആന്റണി തൻ്റെ കാർഷികാനുഭവങ്ങൾ കിസാൻ വാണി ശ്രോതാക്കളുമായി പങ്കുവയ്ക്കുന്നു. ചേട്ടാ നമസ്കാരം. നമസ്കാരം. ചേട്ടൻ എത്ര വർഷമായിട്ട് ഈ കാർഷിക രംഗത്തുണ്ട്? ഞാൻ എൻ്റെ പഠനകാലം കഴിഞ്ഞതിന് മുതൽ ഈ കൃഷിയിലേക്കാണ് ഇറങ്ങിയിരിക്കുന്നത്. ഏതാണ്ട് ഒരു 20ഓളം വർഷമായിട്ട് വിവിധ ഇനം കൃഷികൾ ചെയ്യുന്നുണ്ട്. അതിനകത്ത് പച്ചക്കറിയുണ്ട്, പിന്നെ വാഴ ചെയ്തിട്ടുണ്ട്, അങ്ങനെ കുരുമുളക്, ഏലം, അങ്ങനെ വിവിധ ഇനം സമ്മിശ്ര കൃഷി എന്ന് വേണമെങ്കിൽ പറയാം. ഇപ്പോൾ കുറേ കാലങ്ങളായിട്ട് കൂടുതൽ സ്ഥലത്തും ഏലമാണ് തനിവിളയായിട്ട് കൃഷി ചെയ്യുന്നത്. എത്ര കാലമായിട്ട് ഈ മേഖലയിലെ ഏലം കൃഷി ഇത്രത്തോളം വ്യാപകമായത് ഏതാണ്ട് കുരുമുളക് കേട് വന്നു പോയ പിന്നെയാണ് ആളുകൾ ഏലത്തിലേക്ക് തിരിഞ്ഞത്. മറ്റ് കൃഷികളൊന്നും മെച്ചപ്പെടാതിരുന്നുകൊണ്ട് ഏലത്തിൽ നിന്ന് വരുമാനം കിട്ടുന്നതുകൊണ്ട് ഏലത്തിലേക്ക് ആളുകൾ തിരിഞ്ഞു. ഇപ്പം ഏതാണ്ട് ഒട്ടുമിക്ക സ്ഥലങ്ങളിലും ഏലം മാത്രമാണ് കൃഷി. ഏതിനം ഏലമാണ് ഇവിടെ കൂടുതലായിട്ട് കൃഷി ചെയ്യുന്നത്? ഇവിടെ കൂടുതലായിട്ട് ഇപ്പോൾ ഞെല്ലാനി ഏലമാണ്. ഞെല്ലാനി ഏലം നന്നായിട്ട് വിളവുണ്ടാകുന്നുണ്ട്. നല്ല കാലാവസ്ഥയാണ് ഇവിടെയൊക്കെ, അതുകൊണ്ട് നല്ലപോലെ വിളവും കിട്ടുന്നുണ്ട്. ആളുകൾക്ക് ഈ വർഷം വലിയ കുഴപ്പമില്ലായിരുന്നു. എന്നാൽ മുൻ വർഷങ്ങളിൽ ഒരു 2-3 വർഷമായിട്ട് പ്രകൃതിക്ഷോഭം, വരൾച്ച ഇതുമൂലമൊക്കെ ഒരുപാട് കൃഷി നാശമുണ്ടായിരുന്നു. ഇപ്പോൾ വളരെ നല്ല രീതിയിലാണ് ഈ വർഷം. ഇതുവരെ കുഴപ്പമില്ലായിരുന്നു. ഈ ഏലം കൃഷിയുടെ രീതി എങ്ങനെയാണ് ഇത് കൃഷി ഇറക്കുന്നത്? അതിൻ്റെ ഒരു പ്രത്യേക സമയമുണ്ടോ? ഈ തൈ നടാനായിട്ട് സമയമുണ്ടോ? അതൊക്കെ എങ്ങനെയാണ്? ഏലം കൃഷിക്ക് പരമ്പരാഗതമായിട്ട് നമ്മൾ പുതുമഴ പെയ്തു കഴിയുമ്പോഴത്തേനും നിലമൊക്കെ ഒരുക്കി നല്ല വ്യാസത്തിലായിരുന്നു നേരത്തെയൊക്കെ കുഴിയെടുത്തുകൊണ്ടിരുന്നത്. അത് കുഴിയെടുത്ത് കഴിഞ്ഞിട്ട് ആദ്യകാലങ്ങളിൽ നമ്മൾ ഏലത്തിൻ്റെ അരി പാകി കിളിപ്പിച്ച് അതിൽ നിന്നായിരുന്നു തൈകൾ ഉൽപ്പാദിപ്പിച്ച് നടുവായിരുന്നു. എന്നാൽ പിന്നീട് പല പല കൃഷിക്കാർ തന്നെ പല രീതികൾ പരീക്ഷിച്ചതിൽ നിന്നും മാതൃസസ്യത്തിൽ നിന്ന് അതിൻ്റെ ചെറിയ ചിമ്പുകൾ വെട്ടിയെടുത്ത് നടുന്ന രീതിയാണ് ഇപ്പോൾ വ്യാപകമായിട്ടുള്ളത്. അതാകുമ്പോൾ നമുക്ക് ഒരു വർഷം കൊണ്ട് ആദായത്തിലേക്ക് എത്തിക്കാൻ സാധിക്കുന്നുണ്ട്. മാതൃസസ്യത്തിൻ്റെ അതേ ഗുണങ്ങളുള്ള ഇനം നമുക്ക് വികസിപ്പിക്കാൻ സാധിക്കുന്നുണ്ട്. അങ്ങനെ മഴക്കാലം തുടങ്ങുന്നതോടുകൂടി കൃഷി ഒരുക്കി കുഴിയെടുത്ത് അതിൽ ചെയ്യേണ്ട കാര്യങ്ങൾ നമ്മുടെ കുമ്മായം, അതുപോലെ സൂഡോമോണസ് ഇതൊക്കെ വിതറി അണുവിമുക്തമാക്കിയ ശേഷം നമ്മൾ തൈ വെച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. തൈ വെച്ച് അതിന് പൊതയിടും. അതിന് തട്ട് കഴിഞ്ഞിട്ട് നമ്മൾ ഒരു ഊന്ന് എന്ന രീതിയിൽ ചെറിയ കമ്പുകൾ നാട്ടി കൊടുത്ത് അത് കെട്ടിയൊക്കെയാണ് വെക്കുന്നത്. ഏതാണ്ട് കാടൊക്കെ കയറുമ്പോൾ അത് പറിച്ചും വളമിട്ടും മരുന്നുകൾ അടിച്ചും ഒക്കെ വളരെ കാര്യമായിട്ട് സംരക്ഷിച്ചെങ്കിൽ മാത്രമേ ഏലകൃഷി മുന്നോട്ട് പോവുകയുള്ളൂ. ഇപ്പോൾ ചെലവിനനുസരിച്ചുള്ള ഒരു വരുമാനം ഈ കുറച്ച് നാളുകളായിട്ട് ഈ വർഷമാണ് നമുക്ക് കിട്ടിയേക്കുന്നത്. വർഷത്തിൽ എത്ര തവണ ഇതിൽ നിന്ന് വിളവെടുക്കാൻ കഴിയും? വർഷത്തിൽ നല്ല കാലാവസ്ഥയൊക്കെ ആണെങ്കിൽ നമുക്കൊരു 4-5 പ്രാവശ്യമൊക്കെ വിളവെടുക്കാം. ഇനി വളരെ ചുരുക്കം സമയങ്ങളിൽ നല്ല കാലാവസ്ഥയും വള്ളികളൊക്കെ അടിക്കുന്നുണ്ടെങ്കിൽ വേനൽക്കാലത്തും ഓരോരോ അത്യാവശ്യം പണിക്കുള്ള വരുമാനം നമുക്ക് ഏലത്തിൽ നിന്ന് കിട്ടും. വേനൽക്കാലത്ത് നനയൊരുക്കാനുള്ള സംവിധാനം ഇവിടെ ഉണ്ടോ? നന എല്ലാവർക്കും ഇല്ല. വൻകിട തോട്ടങ്ങളിൽ ഇപ്പോൾ കുഴൽക്കിണറുകളൊക്കെ വ്യാപകമായിട്ട് അടിച്ച് നനയ്ക്കുന്നുണ്ട്. പിന്നെ ഈ മലമുകളിൽ നിന്നൊക്കെ ഓസ് വഴിയാണ് നമ്മൾ ജലസേചനം നടത്തിക്കൊണ്ടിരിക്കുന്നത്. എന്നാൽ ഇതിൻ്റെ മുകളിൽ മൊത്തം റിസോർട്ടുകളൊക്കെ വന്നത് കാരണം കുറേ വെള്ളമൊക്കെ അവിടെ തടഞ്ഞു വെക്കുകയും അവരുടെ ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. താഴെ തോട്ടിലേക്ക് നദികളിൽ കൂടിയുള്ള വെള്ളമൊഴുക്ക് നിലയ്ക്കുന്നുണ്ട്. കടുത്ത വേനലിൽ ഇവിടെ വെള്ളത്തിന് വളരെ ദാരിദ്ര്യമാണ്. 2 പ്രാവശ്യം കൃഷി ചെയ്തുകൊണ്ടിരുന്ന വളരെ നല്ലൊരു പാടശേഖരമുള്ളൊരു സ്ഥലമായിരുന്നു ഇത്. എന്നാൽ ഇപ്പോൾ ഒറ്റ കൃഷിയിലേക്ക് അത് ഒതുങ്ങുകയും ജലക്ഷാമം മൂലം അത് ഒറ്റ കൃഷിയിലേക്ക് ഒതുങ്ങി. അത് ഈ വർഷം കൃഷി ചെയ്തവർക്കെല്ലാം വളരെ നഷ്ടമായിട്ടാണ് വന്നിരിക്കുന്നത്. ഇതോടൊപ്പം തന്നെ കുരുമുളക് കൃഷി ഉണ്ടെന്ന് പറഞ്ഞു. ഈ കുരുമുളക് കൃഷി ഹൈ റേഞ്ചിൽ ഇപ്പോൾ വളരെ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഈ സൊസൈറ്റി മേഡിൻ്റെ ഒരു അവസ്ഥ എങ്ങനെയാണ്? കുരുമുളക് കൃഷി ഇവിടെ ആദ്യകാലങ്ങളിൽ മുഴുവൻ കുരുമുളക് കൃഷിയായിരുന്നു. എന്നാൽ കുരുമുളക് കൃഷിയിലെ വിളവ് കുറയുകയും ദ്രുതപാട്ടം എന്ന രോഗം വന്ന് കുരുമുളകെല്ലാം വളരെ നശിച്ചു പോവുകയും ചെയ്തു. ആളുകൾ കൃഷി ചെയ്യാൻ ഇപ്പോഴും തൽപരരാണ്. എന്നാൽ ഒരു 2-3 വർഷം ആകുമ്പോഴത്തേനും കായ്ഫലം എത്തുമ്പോഴത്തേനും പെട്ടെന്ന് തന്നെ അത് നശിച്ചു പോവുകയാണ്. അതുകൊണ്ട് ആളുകളും അടുത്ത് ആ കൃഷി ഒഴിവാക്കിയിരിക്കുകയാണ്. ഏലത്തിന് ഇടവിളയായിട്ട് ഈ കുരുമുളക് കൃഷി ചെയ്യാറുണ്ടോ? ഏലത്തിന് നമ്മൾ ഏലം വളർന്നു കഴിഞ്ഞാൽ കുരുമുളക് കയറി വരാൻ പാടാണ്. ഏലത്തിൻ്റെ മുകളിൽ കയറിയെങ്കിൽ മാത്രമേ കുരുമുളക് കായ്ക്കുകയുള്ളൂ. അപ്പം നമ്മൾ പുനർകൃഷി ചെയ്യുന്ന സമയത്ത് അതിൻ്റെ തലേ വർഷം ചില ആളുകളൊക്കെ മരത്തിൽ കൂടെ നട്ടുവയ്ക്കാറുണ്ട്. അങ്ങനെയാണെങ്കിൽ അത് കുറേയൊക്കെ പിടിച്ച് നിൽക്കും. പക്ഷേ അത് ദീർഘകാലം വിളവ് തരുന്നില്ല. നമ്മൾ സംരക്ഷിക്കേണ്ട നമ്മുടെ ചിലവുകളൊക്കെ കഴിഞ്ഞ് ആദായത്തിലേക്ക് എത്തുമ്പോഴത്തേക്കും അത് നശിച്ചു പോകുന്നതുകൊണ്ട് ആൾക്കാർ അതിൽ അത്ര തൽപരരല്ല ഇപ്പോൾ.
ചേട്ടൻ എത്ര സ്ഥലത്താണ് ഈ ഏലവും കുരുമുളകും കൃഷി ചെയ്യുന്നത്? ഞാനിപ്പോൾ എനിക്ക് സ്വന്തമായിട്ട് 3 ഏക്കർ സ്ഥലത്തോളം കൃഷി ചെയ്യുന്നുണ്ട്. അതുകൂടാതെ പാട്ടത്തിനടുത്ത കുറേ സ്ഥലങ്ങളുണ്ട്. അങ്ങനെ അതിനകത്ത് ഏലമാണ്. ശരാശരി ഞള്ളാണി ഏലം കൃഷി ചെയ്യുമ്പോൾ ഒരേക്കറിൽ നിന്ന് നമുക്കൊരു വർഷം എത്ര ആദായം ലഭിക്കും? ഒരു വർഷത്തെ കണക്ക് വെച്ച് നോക്കിക്കഴിഞ്ഞാൽ ഒരു 250 കിലോ ഒക്കെ ആവറേജ് കൂട്ടിയാൽ മതി. ചില വർഷങ്ങൾ അതിലധികം കിട്ടും, പക്ഷേ അത് ഒട്ടും കിട്ടാത്ത വർഷങ്ങളൊക്കെ ഒരു ആവറേജ് നമുക്കൊരു 250 കിലോ പ്രതീക്ഷിക്കാം. ഇപ്പോൾ ശരാശരി 2500 മുതൽ 600 വരെ വിലയുണ്ടല്ലോ, ഇത് ലാഭകരമാണോ? 2500 മുതൽ വിളയുണ്ട് എന്നുള്ളത് സന്തോഷകരമായ ഒരു കാര്യമാണ്. എന്നാൽ അതിനനുസരിച്ച് കൂലിച്ചെലവുകളും നമുക്ക് സംരക്ഷണത്തിനുള്ള വളം, മരുന്ന് അതെല്ലാം ധാരാളമായിട്ട് കൂടി, വളരെയധികം കൂടിപ്പോയതുകൊണ്ട് അത്യാവശ്യം നമുക്ക് ഒരു ലാഭം കിട്ടുന്നുണ്ട്. അതുപോലെ ഈ കൃഷിച്ചെലവുകൾ വന്നുകൊണ്ടും പുതിയ രോഗങ്ങളാണ് ഇതിന് വരുന്നത്. പുതിയ രോഗങ്ങൾ വരുമ്പോൾ ഓരോ മാസവും നമ്മൾ മരുന്നടിക്കണം, അതിൻ്റെ ഇടയ്ക്ക് ഇതിനെ സംരക്ഷിക്കാനായിട്ടുള്ളത് ചെയ്യണം. അങ്ങനെ വരുമ്പോഴത്തേനും ചിലവുകൾ നമുക്ക് ലാഭകരമാണ്. പൊതുവെ മറ്റു മാർഗ്ഗമില്ലാത്തതുകൊണ്ട് ഇപ്പോൾ അങ്ങനെ കൃഷി ചെയ്ത ആളുകൾ പോകുന്നു. ഇതോടൊപ്പം തന്നെ നെൽകൃഷിയുണ്ട്. ഏറ്റവും കൂടുതൽ ഹൈ റേഞ്ചിൽ നെൽകൃഷി ചെയ്യുന്നൊരു സ്ഥലം ഈ സൊസൈറ്റിമേട് മുട്ടുകാടൊക്കെയാണല്ലോ. സൊസൈറ്റിമേട് മുട്ടുകാട്, ബൈസൺവാലി പഞ്ചായത്തും ചെനകല പഞ്ചായത്തും രാജകുമാരി പഞ്ചായത്തും അതിരുന്ന സ്ഥലമാണ് ഈ പറഞ്ഞ പ്രദേശങ്ങൾ. ചേട്ടൻ്റെ ചെറുപ്പകാലത്തൊക്കെ ഇവിടെ നെൽകൃഷി വ്യാപകമായിട്ടുണ്ടായിരുന്നു? വളരെ വർഷങ്ങളായി ഇവിടെ നെൽകൃഷി ഉള്ളതായിരുന്നു. ആദ്യകാലങ്ങളിൽ കരസ്ഥലങ്ങളിലും നെൽകൃഷി ഉണ്ടായിരുന്നു. ഇപ്പോൾ കരസ്ഥലങ്ങൾ മാറി പാടശേഖരത്തിൽ മാത്രമായി. അതും ജലക്ഷാമം മൂലം ഏതാണ്ട് നിലയ്ക്കുന്ന മട്ടിലേക്ക് വരുന്നു. ഇപ്പോൾ നെൽകൃഷിയെ ബാധിക്കുന്ന ഒരു അസുഖം ബാധിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. എന്താണ് അതിൻ്റെ കാരണം, കണ്ടെത്തിയോ? അതെന്തോ ബാക്ടീരിയ ബാധിച്ചതെന്നാണ് കൃഷി വകുപ്പിൽ നിന്ന് അറിയിച്ചിരിക്കുന്നത്. അതിന് അവർ മരുന്നടിക്കാൻ പറഞ്ഞു. പക്ഷേ ഈ കതിരയിൽ വളം വെച്ചിട്ട് എന്താണ് കാര്യമെന്നറിയത്തില്ല. കതിര് ആയി കഴിഞ്ഞിട്ടാണ് എല്ലാവരും അറിഞ്ഞത്. ഇത് നെല്ല് ആദ്യകാലങ്ങളിലൊക്കെ നന്നായിട്ട് നിന്നായിരുന്നു. കതിര് വന്നപ്പോഴത്തേനും ഇത് ഏതാണ്ട് ഒരു കുറ്റിച്ചൂര് മുകളിലോട്ട് നിൽക്കുന്ന പോലെ ആയിപ്പോയി. ഏകദേശം ഈ മേഖലയിൽ എത്ര ഏക്കർ നെൽകൃഷി കാണും? ഒരു 150-200 ഇടയ്ക്ക് നെൽകൃഷി ആളുകൾ ചെയ്യുന്നുണ്ട്. അതിൽ ജലസമൃദ്ധമായിരുന്നു ആദ്യകാലങ്ങളിൽ. പക്ഷേ പല കാരണങ്ങൾ കൊണ്ടും ജലസേചനങ്ങൾ പല വഴിക്ക് തിരിഞ്ഞു പോയതുകൊണ്ടും ജലസേചനമില്ലാതെ കൃഷി നശിക്കുന്ന ഒരവസ്ഥയാണ്. മുമ്പ് ഇരിപ്പു കൃഷി ചെയ്തുകൊണ്ടിരുന്നതാണല്ലേ? മുമ്പ് ഇരിപ്പു കൃഷി ചെയ്തിരുന്നതാണ്. ഇപ്പോൾ ഒറ്റ കൃഷിയേ ഉള്ളൂ. അതിൽ തന്നെ പല കർഷകരും കൃഷി ചെയ്യാനായിട്ട് വിമുഖത കാണിക്കുവാണ്. ഇപ്പോൾ ചിലവിനൊത്ത ഒരു വരുമാനം അതിൽ നിന്ന് കിട്ടുന്നില്ല. ഈ പാടശേഖര സമിതിയൊക്കെ സജീവമാണോ? പാടശേഖര സമിതി സജീവമാണ്. എന്നാൽ ചില സമയങ്ങളിൽ അതിനകത്ത് നമുക്ക് കക്ക, ചില ഉഴുവിന് കൂലി, അങ്ങനെ തുച്ഛമായിട്ടുള്ള ചില സഹായങ്ങളൊക്കെ കിട്ടാറുണ്ട്. പക്ഷേ കർഷകരെ സംബന്ധിച്ച് വളരെ നഷ്ടമുള്ള ഒരു കൃഷിയാണ് ഈ വർഷം നെൽകൃഷി. എത്ര ഏക്കറിലാണ് ചേട്ടൻ നെൽകൃഷി ചെയ്യുന്നത്? എനിക്ക് 1 ഏക്കറോളമുള്ള നെൽകൃഷി. വീട്ടാവശ്യത്തിനുള്ള നെല്ലാണോ അതോ പുറത്തേക്ക് കൊടുക്കാനുള്ള നെല്ല് കിട്ടാറുണ്ടോ? ഇല്ല, പുറത്തേക്ക് കൊടുക്കാറില്ല. ഞങ്ങൾ വീട്ടാവശ്യത്തിനുള്ള നെല്ലുകൾ മാത്രമാണ് ചെയ്യുന്നത്. ഏതിനം നെല്ലാണ് കൃഷി ചെയ്യുന്നത്? ഈ വർഷം ആളുകൾ ചെയ്തിരിക്കുന്നത് ശബരി എന്ന് പറയുന്ന നില വരുന്നത്. അത് 2 വർഷമായിട്ട് നല്ല വിളവുണ്ടായിരുന്നു. മട്ടയും ശബരിയും. മട്ടയായിരുന്നു ആദ്യകാലങ്ങളിൽ ചെയ്തത്. അത് പിന്നെ മാറിയിട്ട് ഇപ്പോൾ ശബരി ചെയ്തവരുണ്ട്, മട്ട ചെയ്തവരുണ്ട്. 2 കൃഷിയും നശിച്ചു പോയി ഇത്തവണ. ഇതോടൊപ്പം തന്നെ പച്ചക്കറി കൃഷിയും ഉണ്ടല്ലേ? വീട്ടാവശ്യത്തിനുള്ള പച്ചക്കറിയാണോ അതോ പുറത്ത് കൊടുക്കാറുണ്ടോ പച്ചക്കറി? ഇല്ല, വീട്ടാവശ്യത്തിനുള്ള കൃഷിയായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷേ ഇവിടെ ആഫ്രിക്കൻ ഒച്ചിൻ്റെ ഒരു ശല്യം വന്നത് കാരണം കൃഷി പാടെ നിലച്ചൊരു മട്ടാണ്. എന്ത് നട്ടാലും നമുക്കത് ഒച്ച് നശിപ്പിക്കുകയാണ്. അതിനെ നശിപ്പിക്കാനായിട്ട് ഫലപ്രദമായൊരു മാർഗ്ഗം ഇതുവരെ കിട്ടിയിട്ടില്ല. ഏതിനും പച്ചക്കറികളൊക്കെയാണ് കൃഷി ചെയ്തുകൊണ്ടിരുന്നത്? ഇവിടെ ഞങ്ങൾ പയർ, വെണ്ട, മുട്ടക്രോസ്, ഉള്ളിയൊക്കെ കൃഷി ചെയ്ത് നോക്കിയായിരുന്നു. ഉള്ളിയൊക്കെ നന്നായിട്ട് ഉണ്ടാകുന്നുണ്ട് ഇവിടെ. പക്ഷേ ഈ വന്യമൃഗങ്ങളുടെ ശല്യം, ഒച്ച്, ഇതൊക്കെ കാരണം ആളുകൾ കൃഷിയിൽ നിന്ന് പിന്മാറിയേക്കുവാണ് ഇപ്പോൾ. എത്ര കാലമായി ഈ ആഫ്രിക്കൻ ഒച്ചിൻ്റെ ശല്യം ഇവിടെ തുടങ്ങിയിട്ട്? ആഫ്രിക്കൻ ഒച്ചിൻ്റെ ശല്യം മുട്ടുകാട് എന്ന ഒരു സ്ഥലത്താണ് 3 വർഷം മുമ്പ് തുടങ്ങിയത്. ഈ സൊസൈറ്റിമേട് വന്നിട്ട് ഇപ്പോൾ 2 വർഷത്തോളം ആകുന്നു. ഈ പച്ചക്കറി കൃഷി അല്ലാതെ മറ്റ് വിളകളെ ഇത് ബാധിക്കുന്നുണ്ടോ? ഏലം പോലെയുള്ള? ഏലത്തിൻ്റെ പൂവ് തിന്നുന്നതും ചെറിയ കായകൾ തിന്നുന്നതായിട്ടും ചിലർ പറഞ്ഞു കേട്ടിട്ടുണ്ട്. വിളവ് കുറവാണ് ഇപ്പോൾ ഏലത്തിന്. അതുകൊണ്ട് പിന്നെ നശിപ്പിക്കാനായിട്ട് ശാശ്വതമായൊരു മാർഗ്ഗം ഇതുവരെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എന്നാണോ? ശാശ്വതമായൊരു മാർഗ്ഗം, ഇത് മണ്ണിൻ്റെ അടിയിലേക്ക് നനവുള്ളിടത്തേക്ക് പോവുകയാണിത്. വിഷം നേരത്തെ ഈ ഫോറേറ്റ് എന്ന് പറഞ്ഞൊരു സാധനം, ഫൊർഡാൻ എന്ന് പറഞ്ഞൊരു സാധനം ഇട്ടാൽ ഇത് ചാകുമെന്ന് പറയും. പക്ഷേ അത് സർക്കാർ നിരോധിച്ചിരിക്കുന്ന സാധനമാണ്. പിന്നെ ഒച്ചിന് ഒരു മരുന്ന് തരുന്നുണ്ട്, അത് തിന്നാൽ കുറച്ചാകും. എന്നാലും ഇത് പൂർണ്ണമായിട്ടും നശിക്കുന്നില്ല. വീട്ടിലാരൊക്കെയുണ്ട്? എൻ്റെ വീട്ടിൽ ഞാനും വൈഫും 3 കുട്ടികളുമാണുള്ളത്. അവരൊക്കെ കാർഷിക പ്രവർത്തനങ്ങളിൽ പങ്കാളികളാണോ? ഞാനും വൈഫുമാണ് കാർഷിക പ്രവർത്തനങ്ങളുള്ളത്. മക്കൾ പഠിക്കുകയാണ്. തൊഴിലാളികളെ പുറത്തുനിന്ന് വിളിക്കുന്നുണ്ടോ അതോ? അതെ, ഇപ്പം നമുക്ക് അന്യസംസ്ഥാന തൊഴിലാളികളാണ് നമുക്കിവിടെ കൃഷികൾ ചെയ്യാനായിട്ടുള്ളത്. തദ്ദേശമായിട്ടുള്ള തൊഴിലാളികൾ വിരളമാണ്. ഈ നെൽകൃഷി നിന്നു പോകാനൊരു കാരണം ഈ തൊഴിലാളി ക്ഷാമമാണല്ലോ. ഇവിടെ അങ്ങനെ ഒരു പ്രശ്നമുണ്ടോ? നെൽകൃഷി തൊഴിലാളി ക്ഷാമം മാത്രമല്ല, വെള്ളത്തിൻ്റെ ഒരു
പ്രശ്നമുണ്ട്. പിന്നെ തൊഴിലാളി ക്ഷാമവും തൊഴിൽ ചെയ്യാനുള്ള ഒരു മടിയുമായി വന്നിരിക്കുന്നത്. ഇപ്പോൾ യുവതലമുറ കൃഷിയിലേക്ക് അങ്ങനെ ഇറങ്ങുന്നില്ല. അതാണ് മെയിനായിട്ടുള്ള കാരണം. ചേട്ടൻ്റെ കാർഷിക സഭയിലേക്ക് എല്ലാവിധ ആശംസകളും അറിയിക്കുകയാണ്. നന്ദി. നമസ്കാരം. ഏലം, കുരുമുളക് കൃഷികൾക്കൊപ്പം തന്നെ നെൽകൃഷിയിലും സജീവമായി ശ്രദ്ധിക്കുന്ന ബൈസൺവാലി ഗ്രാമപഞ്ചായത്തിലെ സൊസൈറ്റി മേട്ടിലെ കർഷകനായ ശ്രീ സജി ആന്റണിയുമായി അനുരാജ് നടത്തിയ അഭിമുഖമാണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. പ്രധാൻമന്ത്രി കിസാൻ സമ്മാൻ നിധി ഈ പദ്ധതിയിൻ കീഴിൽ 2 ഹെക്ടർ വരെ കൈവശ ഭൂമിയുള്ള കർഷക കുടുംബത്തിന് 6,000 രൂപ പ്രതിവർഷം നൽകുന്നതായിരിക്കും. അർഹരായ കർഷകർക്ക് 2,000 രൂപ വീതം 3 തവണകളായി നേരിട്ട് അവരുടെ അക്കൗണ്ടിൽ നിക്ഷേപിക്കുന്നതായിരിക്കും. ഈ ചെറുകിട നാമമാത്ര കർഷക കുടുംബങ്ങളെ സംസ്ഥാന സർക്കാർ തെരഞ്ഞെടുത്തുകൊണ്ടിരിക്കുകയാണ്. ഈ പദ്ധതിയുടെ മുഴുവൻ ചെലവും ഭാരത സർക്കാരാണ് വഹിക്കുന്നത്. പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധി കർഷകരുടെ കൃഷിപരമായ പുതിയ അഭിമാനം. കൃഷി കർഷക ക്ഷേമ മന്ത്രാലയം, ഭാരത സർക്കാരിൽ നിന്ന് ജനതാൽപര്യാർത്ഥം. സഹകരണത്തിൻ ബലത്തിൽ വികാസത്തിനു ചുവടുവയ്ക്കാം. ജനകോടിയിൽ ഈ വിപ്ലവം ഉണർത്തിയല്ലോ വിശ്വാസം. നാം ഒത്തുചേർന്ന വികാസത്തിനെ പതാക പറത്തിടാം. സഹകരണം നമ്മുടെ വികാസത്തിൻ പ്രതീകം. കൃഷി മന്ത്രാലയം, ഭാരത സർക്കാരിൽ നിന്ന് ജനതാൽപര്യാർത്ഥം. ഈ പരിപാടിയുടെ പ്രായോജകർ കേന്ദ്ര കൃഷി കർഷക ക്ഷേമ മന്ത്രാലയം, ഭാരത സർക്കാർ. എല്ലാ കിസാൻ വാണി ശ്രോതാക്കൾക്കും കൂപ്പുകൈ. കിസാൻ വാണി സമാപിക്കുന്നു.